സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിഎസ് റോക്സ്. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ? സുഖം വിചാരിക്കുന്നു. നിങ്ങളിപ്പോ ഈ വീഡിയോ കാണുന്നതിന് ദയവ് ചെയ്ത് ലൈക്കെങ്കിലും അടിക്കണം. സബ്സ്ക്രൈബ് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ പോലും ഒരു ലൈക്കെങ്കിലും. അപ്പൊ കാര്യത്തിലോട്ട് കിടക്കാം. ഒരുപാട് ഫേക്ക് ന്യൂസസ് ഇന്നലെ സ്പ്രെഡ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇരുന്നത്. ബിഗ് ബോസ് വീട്ടിൽ കാർ ഇങ്ങനെ ഒന്ന് ഇറങ്ങുന്ന ഒരു പ്രമോ ബിഗ് ബോസ് വിട്ട ഉടനെ എല്ലാവരും പറഞ്ഞത് ജാസ്മിന്റെ ഫാമിലിയാണ് വരുന്നത്, ജിൻജോന്റെ ഫാമിലിയാണ് വരുന്നത്. ഒരുപാട് ഫേക്ക് ന്യൂസസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ദാ ലൈവില് കാർ ഇറങ്ങിയിട്ടുണ്ട്. കാർ ഡോർ തുറന്ന് ഇറങ്ങുന്നത് നമ്മുടെ ഋഷിയുടെ ഫാമിലിയാണ്. ഋഷിയുടെ അമ്മയും അതുപോലെ തന്നെ ചേട്ടനും അല്ല അനിയനും വന്നിട്ടുണ്ട്. അപ്പൊ ഇവര് സ്വാഭാവികമായിട്ട് ഋഷി ആണെങ്കിൽ ഒരു പനിക്കോ അല്ലെങ്കിൽ ഫിസിക്കൽ അസോൾട്ടോ ഇങ്ങനെ ഒരു പേരിലും ബിഗ് ബോസ് വീട്ടിന്റെ പുറത്ത് പോയിട്ടേ ഇല്ല. അന്ന് ഫസ്റ്റ് ഡേ ബിഗ് ബോസ് വീട്ടിൽ കയറ്റി വിട്ടിട്ട് ഇന്നേ നാളെ വരെ ബിഗ് ബോസ് വീട്ടിൽ തന്നെയാണ് നിൽക്കുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് തന്റെ വീട്ടുകാരെ കാണുമ്പോൾ ഭയങ്കര രീതിയിൽ മിസ് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അപ്പൊ കാണുമ്പോൾ തന്നെ ഭയങ്കര രീതിയിൽ ഇമോഷണലി കെട്ടിപ്പിടിച്ച് കരയുന്ന ഒരു രംഗമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേ സമയത്ത് അമ്മയും അവിടെ കൂടെ ഇരുന്ന് ഇങ്ങനെ കരയുന്നുണ്ട്. അത് മാത്രമല്ല അമ്മ പ്രത്യേകിച്ച് ഋഷിനെ മാറ്റിക്കൊണ്ട് എല്ലാവരോടും നന്നായിട്ട് മിണ്ടുന്നൊക്കെ ഉണ്ട്. ഋഷിനെ മാറ്റിക്കൊണ്ടിട്ട് കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് എടുത്തു പറയുന്നുണ്ട്. അതായത് നീ അൻസിബ പറയുന്നത് മാത്രം കേട്ടിട്ട് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? അൻസിബനോട് മാത്രം ഫ്രണ്ട്ഷിപ്പ് കൂടാണ്ട് എല്ലാവരുമായിട്ട് കുറച്ച് കൂടണം, കുറച്ച് ആക്റ്റീവ് ആവണം എന്നൊക്കെ ഋഷിയുടെ അമ്മ വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അൻസിബി നല്ല രീതിയിൽ വന്നിട്ട് ഋഷിയുടെ പാരന്റ്സിനോട് നല്ല രീതിയിൽ സംസാരിക്കുന്ന പെരുമാറുന്നൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഋഷി ഭയങ്കര രീതിയിൽ ഇമോഷണലി ഡൗൺ ആയി തന്നെ പറയാം. ഭയങ്കര സന്തോഷമായി അവന്റെ അമ്മേനും അതുപോലെ തന്നെ സഹോദരനെയൊക്കെ കണ്ടപ്പോൾ. അപ്പൊ ഇനി അടുത്തത് ആരായിരിക്കും വരാൻ പോകുന്നത്? അൻസിബയുടെ പാരന്റ്സ് ആയിരിക്കുമോ, ജിൻഡോയുടെ പാരന്റ്സ് ആയിരിക്കുമോ? അങ്ങനെ ഒരുപാട് ന്യൂസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അടുത്തത് എനിക്ക് തോന്നുന്നു അൻസിബയുടെ അവനാണ് ചാൻസ്. അപ്പൊ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പൊ അതിനുവേണ്ടി മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, വീണ്ടും ലൈക്ക് അടിക്കാൻ മറക്കരുത്.